ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പാളയൻ കോടൻ വാഴയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വായോ വീഡിയോയിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നതാണ്, നിങ്ങളെല്ലാവരും കയറി കാണണം. ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാളയം കോടൻ വാഴ കൃഷി ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ് പറയുന്നത്. നടുന്ന സമയം മെയ് ജൂൺ മാസങ്ങളിലാണ്. അതുപോലെ തന്നെ നല്ല ഇനം വിത്തുകൾ തിരഞ്ഞെടുക്കണം. നല്ല വലിപ്പമുള്ള കുഴികൾ അടിവളമായിട്ട് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് നടാം. തടത്തിൽ വെള്ളം കെട്ട് നിൽക്കാതെ നോക്കണം. വളപ്രയോഗം: വാഴ നട്ട് 30, 60, 90 ദിവസങ്ങളാണ് വളപ്രയോഗം ചെയ്യേണ്ടത്. വാഴയുടെ ചൂട്ടിൽ മണ്ണ് കൂട്ടി കൊടുക്കുന്നത് വേരുകൾക്ക് ബലം നൽകുന്നു. വേനൽക്കാലത്ത് ആവശ്യമായിട്ടുള്ള നനവ് ആവശ്യമാണ്. രാസവളങ്ങളും ജൈവവളങ്ങളും ഒന്നിച്ച് കൊടുക്കാൻ പാടില്ല. ജൈവവളങ്ങൾ കൂടുതൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വാഴക്കൃഷിയിലെ അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. വായു. വാഴ നട്ട് 2-3 മാസം ആവുമ്പോൾ ചുവട്ടിൽ മണ്ണ് കൂട്ടി കൊടുക്കുന്നത് വേരുകൾക്ക് പടരാൻ സഹായിക്കുന്നു. കീടനിയന്ത്രണത്തിനായിട്ട് തടത്തുരപ്പൻ പുഴു, പിണ്ടിപ്പുഴു എന്നിവയെ പ്രതിരോധിക്കാൻ കൃത്യമായ ഇടവേളകളിൽ നിരീക്ഷണം നടത്തുക. ആവശ്യമായ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുകയും വേണം. വീട്ടിൽ കൂടുതലും പാളയംകോടനാണ്. ഒരൊറ്റ മൂട് വെച്ചതേ ഉള്ളൂ. അതിൻ്റെ ചുവട്ടിൽ തന്നെ 4-5 വിത്ത് പൊട്ടി കിളിച്ച് മാറ്റി പിരിച്ചു വെക്കാൻ പോയില്ല. അവിടെ തന്നെ നിന്ന് 3 കൊല ഈ പ്രാവശ്യം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കൊലയായി കഴിഞ്ഞ് അതിൻ്റെ വാഴ കൂമ്പ് ഒടിച്ച് മാറ്റണം. എന്നാലേ ആ കായ്കൾക്ക് കനം വെക്കുകയുള്ളൂ. ഏകദേശം അത്യാവശ്യം നല്ല 3 കൊല ഉണ്ട് ഈ പ്രാവശ്യം. ഉള്ള സ്ഥലത്ത് 1-2 വാഴയാണേലും വെക്കണം കൂട്ടുകാരെ. ഈ പ്രാവശ്യം ഞാൻ വാഴവിത്ത് ഞാലിപ്പൂവിൻ്റെയും ചെങ്കദളിയുടെയും മേടിച്ചിട്ടുണ്ട്. ഒരു ഏത്തവാഴ വിത്തും അത് ഈ പ്രാവശ്യം നടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനായിട്ട് ഇനി മണ്ണൊക്കെ അവിടെ ഒരുക്കാനുണ്ട്. ഒരുക്കി വൃത്തിയാക്കിയിട്ട് കിളയ്ക്കണം. കിളച്ചിട്ട് വേണം വാഴവിത്തുകൾ പുതിയതായിട്ടുള്ളത് നടാൻ. ഇതുവരെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പുതിയ പുതിയ വീഡിയോസ് ഇടാൻ പറ്റുകയുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് പൂർണ്ണമായിട്ടും സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ ചാനലിൻ്റെ ലൈവ് ഉണ്ട് കേട്ടോ.
സമയം അനുസരിച്ച് ഞാൻ ലൈവ് ഇടുന്നുണ്ട്. നിങ്ങളുടെ ലൈവിലുമുള്ള സപ്പോർട്ട് വേണം. ലൈവിൽ വരുന്നവർ ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് കൃഷിയോട് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് വീഡിയോയിൽ കൂടുതലും കൃഷി സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള ഒരു കൃഷി, പച്ചക്കറിത്തോട്ടം നമ്മൾ വീട്ടമ്മമാർക്കാണെങ്കിലും പറ്റും. നിങ്ങൾ ശ്രമിക്കുക. പുതിയ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.